ഞങ്ങൾ നോമ്പെടുത്ത് കേട്ടോ. ഇന്നലെ തന്നെ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നു കേട്ടോ നോമ്പെടുക്കാന്ന്. ഞങ്ങൾ രാത്രിയിൽ 4 മണിക്ക് അലാറം വെച്ച് കിടന്നു കേട്ടോ. അച്ഛമ്മയുടെ ഫോണിലാണ് അലാറം വെച്ചത്. 2 മണിയായപ്പോൾ ഇവള് വിളിച്ചിട്ട് ചേച്ചി എണീക്ക് അലാറം അടിച്ചു ചോദിച്ചു നമുക്ക് ചായ കുടിക്കാൻ പറയണം. നോക്കുമ്പോൾ എന്താ 2 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു 4 മണിക്ക് വിളിക്കാൻ അടുത്തടക്കം എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് 4 മണിയായപ്പോൾ ഞങ്ങൾ നീച്ചു കേട്ടോ. എന്നിട്ട് പത്തിരി കഴിച്ചു. എന്നിട്ട് വന്ന് കിടന്നിറങ്ങി വേണ്ടു. എന്നിട്ട് രാവിലെ നീച്ചിട്ട് പല്ല് വെച്ചുകൊണ്ട് ഞങ്ങളിത് അറിയാണ്ട് ചായ കുടിക്കാൻ വരുന്നു. അപ്പോൾ അമ്മ ചോദിച്ചു നിങ്ങൾ നോമ്പെടുത്തിക്കല്ലേന്ന്. അപ്പോൾ ഞങ്ങൾ നോമ്പെടുത്ത് പറഞ്ഞിട്ട് പുറത്തൊക്കെ പോയിട്ട് കുറേ നേരം കളിച്ചു കിട്ടോ. ഉച്ചയാകുമ്പോഴേക്കും വിശന്നിട്ട് അകത്തേക്ക് വരുമ്പോൾ എല്ലാവരും ചോറ് കഴിക്കുക. അപ്പോൾ അവിടെ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു കേട്ടോ. അത് അച്ഛൻ്റെ വണ്ടിയിലായിരുന്നു. അച്ഛൻ്റെ വണ്ടിക്ക് ഒരു കേട് പറ്റിയോണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കത്തിക്കാന്ന്. ചേച്ചിയാണ് ടെക്കി കത്തിച്ചത്. ഞാൻ അയക്കിട്ടതും അത് കടന്നല് പറന്നു. അപ്പം ഞാൻ ഓല അവിടെ ഇട്ടിട്ട് ഓടിയിട്ടോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കുമ്പോൾ വണ്ടി ഈ ഒരു പരുവത്തിലായി. അപ്പോൾ ഞാൻ അച്ഛനോട് പോയിട്ട് പറഞ്ഞു അച്ഛൻ്റെ വണ്ടി അറിയാതെ കത്തിയായിരുന്നു. അപ്പം അച്ഛൻ വന്ന് നോക്കിയിട്ട് ഒന്നും ഉണ്ടിയില്ല. എനിക്കറിയില്ല കേട്ടോ ഇനി നോമ്പിൻ്റെ ഫലമാണോന്നൊന്നും. അച്ഛൻ ചീത്ത പറയാതെ അച്ഛൻ റൂമിലേക്ക് പോയി. ഞാനും ചേച്ചിയും പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാനും ചേച്ചിയും പോയിട്ട് കിടന്നു. പിന്നെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ അമ്മ പഴംപൊരിയും സപ്പോട്ട ജ്യൂസും പേരക്കയും തണ്ണിമത്തനും കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഞങ്ങളെ വിളിച്ചു. അപ്പം ഞങ്ങൾ പോയിട്ട് കഴിച്ചു. ഇനി ആരും തീയിൽ കഴിക്കാൻ പാടില്ല കേട്ടോ എന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. നോമ്പെടുത്തതിൻ്റെ ഫലമാണോ അച്ഛൻ ഞങ്ങൾ ചീത്ത പറയാനത്?